ഓക്കെ. അപ്പൊ ഇനി അടുത്ത നമുക്ക് നോക്കാൻ പോകുന്നത് എഫക്റ്റ് ഡിപെൻഡൻസി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് യൂസ് എഫക്റ്റിനകത്ത് നമുക്ക് എങ്ങനെ എഫക്റ്റ് ഡിപെൻഡൻസി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ മോഡൽ ഡോട്ട് ജെ എസ് എക്സ് ഫയലിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കോഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ മോഡൽ ഈക്വൽ ടു നമ്മൾ ഫോർവേഡ് റെഫ് വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ യൂസ് ഇംപറേറ്റീവ് ഹാൻഡിൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ഇതിനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. സോ ഞാൻ ഇത് എല്ലാം നോർമൽ ആക്കി. അതായത് ഈ ഫോർവേഡ് റെഫ് ഇല്ലാതെ നോർമൽ ഒരു ഫംഗ്ഷൻ എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ ഇത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ കോഡ് എഡിറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ മോഡൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചിൽഡ്രന്റെ ഉണ്ട്. ഇവിടെ നിന്ന് ഞാനിവിടെ ഓപ്പൺ എന്ന് പറഞ്ഞൊരു പ്രോപ്പ് പുതിയത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റെഫിന്റെ ആവശ്യമില്ല, കാരണം നമ്മളിവിടെ ഫോർവേഡ് റെഫ് അല്ല യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ യൂസ് എഫക്റ്റിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു കണ്ടീഷൻ എഴുതി കൊടുക്കണം. അതായത് ഓപ്പൺ എന്ന് പറയുന്നത് ഒരു ബൂളിയൻ വാല്യൂ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഓപ്പൺ ട്രൂ ആണെങ്കിൽ നമ്മൾ മോഡൽ ഷോ മോഡൽ കാണിക്കണം. അതായത് മോഡൽ പോപ്പപ്പ് ചെയ്ത് കാണിക്കണം, ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് കാണിക്കണം. ഓക്കെ. സോ ഇതാണ് ഞാൻ ഇവിടെ കുറച്ച് എഡിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആപ്പ് ഡോട്ട് ജെ എസ് എക്സിനകത്തോട്ട് വരുമ്പോൾ ഞാനിവിടെ മോഡൽ ഈക്വൽ ടു യൂസ് റെഫിനെ ഞാൻ ഇവിടെ കമന്റ് ചെയ്തിട്ട് ഇവിടെ പുതിയൊരു സ്റ്റേറ്റ് ഞാൻ ആഡ് ചെയ്തു. യൂസ് സ്റ്റേറ്റ്, അതായത് മോഡൽ ഓപ്പൺ എന്ന് പറഞ്ഞ വേരിയബിൾ സെറ്റ് മോഡൽ ഓപ്പൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ. യൂസ് സ്റ്റേറ്റിന്റെ ഡീഫോൾട്ട് വാല്യൂ ഫാൾസ് ആയിരിക്കും. അപ്പൊ ഇത് നമുക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഡൽ വിളിച്ചിടത്തൊക്കെ എവിടെയുണ്ടോ അവിടെ ഇത് നമ്മൾ സ്റ്റേറ്റിന്റെ വേരിയബിൾ വെച്ച് റീപ്ലേസ് ചെയ്യണം. സോ ഇവിടെ നേരത്തെ ഇവിടെ മോഡൽ ഓപ്പൺ എന്ന് പറഞ്ഞ ഒരു കോഡായിരുന്നു. അതോടെ മാറ്റിയിട്ട് നമ്മളിവിടെ സെറ്റ് മോഡൽ ഓപ്പൺ ട്രൂ ആക്കി കൊടുക്കും. അതുപോലെ ഇവിടെ മോഡൽ ക്ലോസ് വിളിച്ചിരിക്കുന്നിടത്തല്ല സെറ്റ് മോഡൽ ഇവിടെ ഫാൾസ് ആക്കി കൊടുക്കും. അപ്പൊ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഒരെണ്ണം കൂടെ ഉണ്ട്, ഹാൻഡിൽ റിമൂവ് പ്ലേസിന്റെ അവിടെ. ഇവിടെ മോഡൽ ക്ലോസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കോഡായിരുന്നു. അത് ഞാനിവിടെ സ്റ്റേറ്റ് വെച്ചിട്ട് ഫാൾസ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ ഇവിടെ നേരെ വരുമ്പോൾ നമ്മൾ മോഡലിന്റെ അവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ് ഞാനിവിടെ പുതിയൊരു പ്രോപ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓപ്പണിനകത്ത് ഞാനിവിടെ വാല്യൂ പാസ് ചെയ്തു. മോഡൽ ഓപ്പൺ എന്ന് പറയുന്ന ബൂളിയൻ വാല്യൂ ആയിരിക്കും ഇവിടെ പാസ് ചെയ്യുന്നത്. ഇവിടെ നേരത്തെ ഒരു റെഫ് ഉണ്ടായിരുന്നു, നമുക്ക് ആ റെഫിന്റെ ആവശ്യമില്ല. ഓക്കെ. ഇവിടെ നേരത്തെ ഒരു ഈ ഒരു റെഫ് ഈക്വൽ ടു മോഡൽ ഉണ്ടായിരുന്നു, നമുക്ക് അതിന്റെ ആവശ്യമില്ല, അതെടുത്ത് കളയാം. സോ എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിവിടെ യൂസ് എഫക്ട്, നമുക്കിവിടെ മോഡൽ ഡോട്ട് ജെ എസ് എക്സിനകത്തോട്ട് വരാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നും കാണിക്കത്തില്ല. അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്കിവിടെ എറർ ഒന്നും വരുന്നില്ല. സപ്പോസ് ഞാൻ ഇവിടെ യൂസ് എഫക്ട്, ഇവിടെ ഞാൻ യൂസ് എഫക്ട് യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് കമന്റ് ചെയ്യുന്നു, ഇത് കമന്റ് ചെയ്യും. ഈ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ വിചാരിച്ചു. ഓക്കെ. ഞാനിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ എറർ അടിക്കും. എറർ അടിക്കുന്ന പറഞ്ഞാൽ ഡയലോഗ് ഡോട്ട് കറണ്ട് ഇസ് അൺഡിഫൈൻഡ്. ഇത് വരാൻ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഇതെല്ലാം എടുത്തോണ്ടാണ് വരുന്നത്. ഓക്കെ. ഫസ്റ്റ് ടൈം ഈ ഉള്ള ഒരു കോമ്പോണന്റ് റെൻഡർ ചെയ്ത് വരും. റെൻഡർ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഡയലോഗ് ഡോട്ട് കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആയിരിക്കും. കാരണം ഇത് റെൻഡർ ചെയ്യുന്ന ടൈമിലാണ്. ഓക്കെ. റെൻഡർ ചെയ്യുന്ന ടൈമിൽ കറണ്ട് ഇപ്പോഴും അൺഡിഫൈൻഡ് ആയിരിക്കും. സോ റെൻഡർ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് ഇതിന്റെയൊക്കെ വാല്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. കറണ്ടിന്റെ വാല്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ കറണ്ട് ക്ലോസിന്റെ വാല്യൂ ഒക്കെ കിട്ടത്തുള്ളൂ. സോ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ യൂസ് എഫക്റ്റ് നമ്മൾ യൂസ് ചെയ്യും. കാരണം ഇത് ഒരു സൈഡ് എഫക്ട്, ഇത് ആക്ച്വലി ഒരു സൈഡ് എഫക്റ്റ് ആണ്. സോ ഈ ഒരു സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡയലോഗ് ഡോട്ട് കറണ്ട് എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആയതുണ്ടോ. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യും? നമ്മളിവിടെ യൂസ് എഫക്ട്, ഇവിടെയാണ് യൂസ് എഫക്റ്റിന്റെ റോള് വരുന്നത്. യൂസ് എഫക്റ്റിനകത്ത് നമ്മൾ ഈ ഒരു കോഡ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു കോഡ്, അതായത് നമ്മുടെ ഫംഗ്ഷൻ, അതായത് കോമ്പോണന്റ് എല്ലാം റെൻഡർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു പാർട്ട് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഞാനിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എററൊക്കെ മാറി കിട്ടി. ഓക്കെ. ഇനി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ എനിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മോഡൽ ഇവിടെ കാണിക്കണം. അതിനാണ് ഈ ഒരു കോഡ് എഴുതിയത്. ഓക്കെ. ഡയലോഗ് ഡോട്ട് കറണ്ട് ഷോ മോഡൽ അല്ലെങ്കിൽ ക്ലോസ് എന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് വരുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് നമുക്ക് എഫക്റ്റ് ഡിപെൻഡൻസിയുടെ കേസ് വരുന്നത്. നമ്മുടെ ആപ്പ് ഡോട്ട് ജെ എസ് എക്സിനകത്ത്
യൂസ് എഫക്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് നാവിഗേറ്ററിന് വേണ്ടി. അതായത് നമ്മുടെ കറണ്ട് ലൊക്കേഷൻ കിട്ടാൻ വേണ്ടി നമ്മളിവിടെ യൂസ് എഫക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് എഫക്റ്റ് ഡിപ്പെൻഡൻസിയുടെ ആവശ്യമില്ല. അതായത് ഒരു എം ടി അറേ ആണ് പാസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നോ എഫക്റ്റ് ഡിപ്പെൻഡൻസി. ഇത് എന്ന് പറഞ്ഞാൽ എനിക്കിത് ഒരു പ്രാവശ്യം കിട്ടിയാൽ മതി. അറ്റ് എ ടൈമിൽ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി. എനിക്ക് എപ്പോഴും ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. സോ അറ്റ് എ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ എഫക്റ്റ് ഡിപ്പെൻഡൻസിയുടെ ആവശ്യം വരത്തില്ല. പക്ഷെ ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ ഒരു എഫക്റ്റ് ഡിപ്പെൻഡൻസി ഉണ്ട്. കാരണം നമുക്കിവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ പ്രോപ്പ് ഉണ്ട്. സോ ഓപ്പണിന് എപ്പോഴും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ചിലപ്പോൾ ട്രൂ ആയിരിക്കാം, ഫാൾസ് ആയിരിക്കും. സോ ഈ സ്റ്റേറ്റ് നമുക്ക് കാണിക്കണം. ഓക്കെ, സോ ഇത് നമുക്ക് ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ ഒരു എഫക്റ്റ് ഡിപ്പെൻഡൻസി ആഡ് ചെയ്യും. ഇവിടെ എഫക്റ്റ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ എന്നാണ്. ഓക്കെ, സോ ഞാൻ ഇവിടെ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഈ ഓപ്പണിന്റെ വാല്യൂ മാറും. സോ ഓരോ വാല്യൂ മാറുമ്പോൾ ഇത് ഒന്നും കൂടെ ഈ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്ക് നേരത്തെ ഇവിടെ നാവിഗേറ്ററിന്റെ ജിയോ ലൊക്കേഷൻ, ഈ ഒരു കറണ്ട് ലൊക്കേഷൻ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല എഫക്റ്റ് ഡിപ്പെൻഡൻസി. കാരണം എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതെനിക്ക് ആവശ്യമില്ല. സോ ഇവിടെ നമുക്ക് ഒരു ആവശ്യമുണ്ട്. ഇവിടെ ഞാൻ ഓപ്പൺ എന്ന് പറഞ്ഞ ഡിപ്പെൻഡൻസി ആഡ് ചെയ്ത്, സോ ഈ ഓപ്പണിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും തോറും ഇതിന്റെ അകത്തുള്ള വാല്യൂ എക്സിക്യൂട്ട് ചെയ്യും. ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്നും കൂടെ റെൻഡർ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഞാനിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡു യു റിയലി വാണ്ട് ടു നോ, ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും നോ. സോ ഇത് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതനുസരിച്ച് മാറും. ഓക്കെ, അപ്പൊ ഞാനിവിടെ ക്ലോസ് ചെയ്യുന്ന ബട്ടൺ നോ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ, നോ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ ഈ ഓപ്പൺ എന്ന് പറഞ്ഞ പ്രോപ്പിന്റെ വാല്യൂ മാറും. അതായത് അപ്ഡേറ്റ് ആവും. അപ്ഡേറ്റ് ആകുമ്പോൾ ഈ കോഡ് അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഓപ്പൺ ഫാൾസ് ആവുമ്പോൾ ഈ ഡയലോഗ് ക്ലോസ് ആവും. സോ ഇതാണ് നമുക്ക് എഫക്റ്റ് ഡിപ്പെൻഡൻസിയുടെ യൂസ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, സോ നമ്മൾ യൂസ് എഫക്റ്റ് നോക്കി, അതിന്റെ എഫക്റ്റ് ഡിപ്പെൻഡൻസി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നമ്മൾ ഇതിനകത്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ കോഡിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക.